11ാം തരത്തിലേക്ക് പ്രവേശിച്ച എല്ലാ കൂട്ടുകാർക്കും മലയാളം മധുരതരം യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഏറ്റവും പുതിയ പാഠപുസ്തകമാണ് നമ്മൾക്ക് പഠിക്കുവാനുള്ളത്. ഏറ്റവും മികച്ച ക്ലാസുകൾക്കായി വീഡിയോ മുഴുവൻ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കുട്ടികളെ, മലയാളം ഐച്ഛികത്തിലെ ജീവനം മോഹനം എന്ന 1ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ. ജീവനം എന്നാൽ ജീവിതം, മോഹനം എന്നാൽ മനോഹരം, ജീവിതം അതീവ സുന്ദരമാണെന്ന് സമർത്ഥിക്കുന്ന ഒരു യൂണിറ്റാണിത്. ഇന്ന് നാം പ്രവേശകമാണ് പഠിക്കുന്നത്. നമ്മൾ ഈ പ്രവേശകം വായിക്കുമ്പോൾ ഇതൊരു മനോഹരമായ കഥ പോലെ തോന്നും. എന്നാൽ ഇതൊരു കഥയല്ല. പ്രശസ്ത മലയാള സാഹിത്യകാരനും ശാസ്ത്രജ്ഞനുമായ ശ്രീ സി രാധാകൃഷ്ണന്റെ നാടോടുമ്പോൾ എന്ന ശാസ്ത്രലേഖന സമാഹാരത്തിലെ ഒരു ലേഖനമാണിത്. 1939 ഫെബ്രുവരി 15 മലപ്പുറം ജില്ലയിലെ ചമ്രവട്ടത്താണ് ശ്രീ സി രാധാകൃഷ്ണൻ ജനിച്ചത്. ഒരു ശാസ്ത്രജ്ഞനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച ഇദ്ദേഹം പിന്നീട് പൂർണ്ണമായും എഴുത്തിലേക്ക് തിരിഞ്ഞു. ശാസ്ത്ര പശ്ചാത്തലമുള്ള എഴുത്തുകാരനായതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ കൃതികളിൽ ശാസ്ത്രീയമായ ചിന്തകളും മാനവികതയും ഒരേപോലെ ഒത്തുചേർന്നു നിന്നിരുന്നു. മനുഷ്യത്വത്തിന് മുൻഗണന നൽകിയ ഇദ്ദേഹം അമിതമായ യന്ത്രവൽക്കരണവും സാങ്കേതിക വിദ്യയും മനുഷ്യന്റെ ആത്മബന്ധങ്ങളെ ഇല്ലാതാക്കുന്നതിനെതിരെ നിരന്തരം എഴുതി. നാടോടുമ്പോൾ ഇതിന് ഉദാഹരണമാണ്. മുൻപേ പറക്കുന്ന പക്ഷികൾ, സ്പന്ദമാഭിനികളെ നന്ദി, തീക്കടൽ കടഞ്ഞ് തിരുമധുരം, പുഴ മുതൽ പുഴ വരെ എന്നിവ പ്രധാന നോവലുകളാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം, പത്മപ്രഭ പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾക്കും ഇദ്ദേഹം അർഹനായിട്ടുണ്ട്. കുട്ടികളെ, ശാസ്ത്ര പുരോഗതി മനുഷ്യനെ എങ്ങനെ യന്ത്രങ്ങൾക്ക് അടിമയാക്കുന്നു എന്ന ഗൗരവമേറിയ ചിന്ത പങ്കുവെക്കുന്ന കൃതിയാണ് നാടോടുമ്പോൾ. സമകാലിക ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളും റോബോട്ടുകളുടെ വരവും ഉദാഹരണങ്ങളായി നിരത്തി നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന രീതിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. വരൂ, നമ്മൾക്ക് വായിക്കാം. ആശയവും ഒപ്പം തന്നെ പറഞ്ഞു പോകാം. ജീവനില്ലാത്ത ജീവികൾ ഉണ്ടായി തുടങ്ങിയത് അയാൾ സർവകലാശാലയിൽ പഠിക്കാൻ ചേർന്ന കൊല്ലത്തിൽ ആയിരുന്നു. അന്നേ അത് വലിയ അത്ഭുതമായി. ആ തുടക്കം താൻ ഉൾപ്പെടെയുള്ള മനുഷ്യരെ ഇത്ര വേഗം ഇത്ര വലിയ ഏടാകൂടത്തിൽ എത്തിക്കുമെന്ന് തീരെ ഓർത്തില്ല. കുട്ടികളെ, ഇവിടെ എഴുത്തിന് ലേഖകൻ ആത്മകഥാപരമായ ശൈലിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അയാൾ എന്ന് പറയുന്നത് എഴുത്തുകാരൻ തന്നെയാണ്. ഇവിടെ ജീവനില്ലാത്ത ജീവികൾ എന്നുദ്ദേശിക്കുന്നത് കമ്പ്യൂട്ടറുകളെയും റോബോട്ടുകളെയുമാണ്. എഴുത്തുകാരൻ കോളേജിൽ പഠിക്കുന്ന കാലത്താണ് ഈ സാങ്കേതിക വിദ്യകൾ ആദ്യമായി ലോകത്ത് വികസിച്ചു തുടങ്ങിയത്. ജീവനില്ലാത്ത ഒരു യന്ത്രം മനുഷ്യനെ പോലെ കാര്യങ്ങൾ ചെയ്യുന്നത് അക്കാലത്ത് ആളുകൾക്ക് വലിയൊരു അത്ഭുതമായിരുന്നു. കമ്പ്യൂട്ടറിന്റെയും റോബോട്ടിന്റെയും ആ കടന്നുവരവ് ഭാവിയിൽ മനുഷ്യന്റെ ജോലി ഇല്ലാതാക്കുന്നതിനും മനുഷ്യനെ അലസനാക്കുന്നതിനും കാരണമാകും എന്ന് സൂചിപ്പിക്കുവാനാണ് ഇവിടെ ഏടാകൂടം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ശാസ്ത്രം വിചാരിച്ചതിലും വളരെ വേഗത്തിലാണ് മനുഷ്യജീവിതത്തെ കീഴടക്കിയത് എന്ന ആശങ്കയാണ് എഴുത്തുകാരൻ പങ്കുവെക്കുന്നത്. ആദ്യം വന്നത് നഗരത്തിലെ വലിയ എയർപോർട്ടിൽ സേവക വേഷത്തിലാണ്. സുന്ദരിയായ ഒരു സ്ത്രീ. എനിക്ക് നിങ്ങളെ സഹായിക്കാൻ അവസരം തരുമോ എന്ന് മാറത്ത് എഴുതി വച്ചിരിക്കുന്ന അവരെ യാത്രക്കാർ പലതരം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. ഒരു അമ്മയ്ക്ക് വേണ്ടത് താൻ കുളിമുറിയിൽ പോയി വരുന്നതുവരെ കൈക്കുഞ്ഞിനെ ഒരാളെ ഏൽപ്പിക്കണം. വേറൊരാൾക്ക് തനിക്ക് പോകാനുള്ള ഗേറ്റിലേക്ക് വഴി അറിയണം. ഇനിയും ഒരാൾക്ക് മെൽബണിൽ നിന്ന് മാഞ്ചസ്റ്ററിലേക്കുള്ള എളുപ്പയാത്രയ്ക്ക് വഴി അറിയണം. ആരോടും അവർ ചോദ്യകർത്താവിന്റെ അതേ ഭാഷയിൽ മറുപടി പറയുന്നു. മനുഷ്യരെ സഹായിക്കാനായി ആദ്യമായി റോബോട്ടുകൾ എത്തിയത് നഗരത്തിലെ വലിയ വിമാനത്താവളങ്ങളിലാണ്. കാഴ്ചയിൽ സുന്ദരിയായ സ്ത്രീയുടെ രൂപത്തിലുള്ള ഹ്യൂമനോയിഡ് റോബോട്ടായിരുന്നു അത്. വശ്യമായ ഒരു ചോദ്യത്തോടെ എത്തുന്ന ആ യന്ത്രമനുഷ്യനെ വിമാനത്താവളത്തിലെ യാത്രക്കാർ തങ്ങളുടെ വിവിധ ആവശ്യങ്ങൾക്കായി ആശ്രയിക്കുന്നു. യന്ത്രമനുഷ്യൻ ചെയ്യുന്ന ജോലികളുടെ ഉദാഹരണങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്വന്തം കുഞ്ഞിനെ കുറച്ചു നേരത്തേക്ക് നോക്കാൻ ഏൽപ്പിക്കുന്നത് മുതൽ വിമാനത്താവളത്തിലെ കൃത്യമായ ഗേറ്റുകളിലേക്ക് വഴി കാണിച്ചു കൊടുക്കുന്നത് വരെ റോബോട്ട് ചെയ്തു കൊടുക്കുന്നു. കുട്ടികളെ, ലേഖകൻ റോബോട്ടുകളെ കുറിച്ച് പറയുന്നത് ഭാവനയിലുള്ള കാര്യങ്ങളല്ല. ഇന്ന് ലോകത്തിലെ വലിയ എയർപോർട്ടുകളിൽ ചെന്നാൽ
നമ്മളെ സ്വാഗതം ചെയ്യാനും വഴി കാണിച്ചു തരാനും ഇതുപോലെയുള്ള മനോഹരമായ യന്ത്രമനുഷ്യരെ കാണാം. ഒരു കുഞ്ഞിനെ പരിപാലിക്കുന്നത് പോലുള്ള അതീവ ശ്രദ്ധ വേണ്ടുന്ന കാര്യങ്ങൾ പോലും മനുഷ്യർ ഇന്ന് യന്ത്രങ്ങളെ വിശ്വസിച്ചേൽപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ഈ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ചോദിക്കുന്ന ആളുടെ ഭാഷ തിരിച്ചറിഞ്ഞ് അതേ ഭാഷയിൽ മറുപടി നൽകാനുള്ള കഴിവ് റോബോട്ടിന്റെ ബഹുഭാഷാ പാണ്ഡിത്യം എന്ന സവിശേഷ ഗുണത്തെ കാണിക്കുന്നു. 24 മണിക്കൂറും ജോലി ചെയ്യും. വിശ്രമം വേണ്ട. ഭക്ഷണവും ഉറക്കവും വൈദ്യസഹായവും ആവശ്യമില്ല. വേണ്ടത് കറണ്ട് മാത്രം. ചാർജ് തീരാറായാൽ അതിനുള്ള സ്ഥലത്ത് പോയി സ്വയം പ്ലഗ് ചെയ്യും. മതിയാവോളമായാൽ സ്വയം വേർപെടുത്തി പോരും. ഭക്ഷണവും ഉറക്കവും വിശ്രമവും ഒന്നുമില്ലാതെ 24 മണിക്കൂറും തുടർച്ചയായി ജോലി ചെയ്യാൻ നമ്മൾ മനുഷ്യർക്ക് സാധിക്കില്ല. എന്നാൽ യന്ത്രങ്ങൾക്കത് സാധ്യമാണ്. ചാർജ് തീരുന്നത് തിരിച്ചറിഞ്ഞ് സ്വയം ചാർജ് ചെയ്യാനും ചാർജ് നിറഞ്ഞാൽ സ്വയം പ്ലഗ് ഊരി മാറ്റാനുമൊക്കെ യന്ത്രമനുഷ്യന് സാധിക്കുന്നു. ഡോക്ടർമാർ, നഴ്സുമാർ, സെയിൽസ് ഗേളുകൾ, ടൂറിസ്റ്റ് ഗൈഡുകൾ തുടങ്ങിയവർ പിന്നാലെ വന്നു. ഏത് യന്ത്രം ഓടിക്കാനും ആൾരൂപത്തിലോ അല്ലാതെയോ ഉള്ള യന്ത്ര ഉപാധികൾ ഉണ്ടായി. മാനുഷികമായ ഒരു തെറ്റും ഇവയ്ക്ക് പറ്റില്ല എന്ന ഗുണവും ആശാസ്യം. അധ്യാപകരും പോലീസുകാരും കൂടി രംഗത്തെത്തിയപ്പോൾ ആളുകൾ ഈ വഴിക്കുള്ള പുരോഗതിയെ ആശങ്കയോടെ കാണാൻ തുടങ്ങി. വിമാനത്താവളങ്ങൾക്ക് പുറമെ നമ്മുടെ ആരോഗ്യരംഗത്തും മറ്റ് സേവന രംഗങ്ങളിലുമെല്ലാം യന്ത്രങ്ങൾ സ്ഥാനം പിടിച്ചു തുടങ്ങിയിരിക്കുന്നു. മനുഷ്യരെ പോലെ ജോലിയിൽ യാതൊരുവിധ അബദ്ധങ്ങളും യന്ത്രങ്ങൾക്ക് സംഭവിക്കില്ല എന്നതിനെ വലിയൊരു ഗുണമായിട്ടാണ് ലോകം കാണുന്നത്. എന്നാൽ യന്ത്രങ്ങൾ അധ്യാപകരായും പോലീസുകാരായും രംഗത്തെത്തിയപ്പോൾ സമൂഹത്തിന് അത് വലിയ ആശങ്കയുണ്ടാക്കി. അധ്യാപനം എന്നാൽ വെറും വിവരങ്ങൾ കൈമാറൽ മാത്രമല്ല, അതിൽ കുട്ടികളോടുള്ള സ്നേഹവും കാരുണ്യവും ക്ഷമയും എല്ലാം അടങ്ങിയിരിക്കുന്നു. അതുപോലെ ക്രമസമാധാനം പാലിക്കുന്ന പോലീസുകാരന് നിയമങ്ങൾക്കപ്പുറം സാഹചര്യങ്ങൾ മനസ്സിലാക്കാനുള്ള വിവേകവും മനുഷ്യത്വവും ഉണ്ടായിരിക്കണം. നമ്മൾ നൽകുന്ന ഡാറ്റകൾക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന നിർജീവമായ യന്ത്രങ്ങൾക്ക് ഈ മനുഷ്യവികാരങ്ങൾ ഉണ്ടാകില്ല. ഇത്തരത്തിലുള്ള അമിതമായ യന്ത്രവൽക്കരണം മനുഷ്യനെ തൊഴിൽ രഹിതനാക്കുകയും ലോകത്തെ മനുഷ്യത്വമില്ലാത്ത ഒരു ലോകമാക്കി മാറ്റുകയും ചെയ്യുമെന്നാണ് ലേഖകൻ ഓർമ്മിപ്പിക്കുന്നത്. കുട്ടികളെ, പ്രവേശകം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനി ചോദ്യത്തിലേക്ക് കടക്കാം. മനുഷ്യാധ്വാനത്തെ ലഘൂകരിക്കുന്ന ആധുനിക ഉപകരണങ്ങൾ ഇന്നത്തെ തൊഴിൽ മേഖലയെ എങ്ങനെയെല്ലാം സ്വാധീനിച്ചിരിക്കുന്നു? ചർച്ച ചെയ്യുക. അനുകൂലമായും പ്രതികൂലമായും സ്വാധീനിച്ചിട്ടുണ്ട്, അല്ലേ? കഠിനമായ ജോലികൾ എളുപ്പമാക്കാനും സമയം ലാഭിക്കാനും പിഴവുകളില്ലാതെ കൃത്യതയോടെ കാര്യങ്ങൾ ചെയ്യാനും ആധുനിക ഉപകരണങ്ങൾ സഹായിക്കുന്നുണ്ട്. ഉൽപാദനക്ഷമതയും കൃത്യതയും കൂടുന്നു, സമയം ലാഭിക്കുന്നു, അപകടസാധ്യത കുറയ്ക്കുന്നു എന്നിവയെല്ലാം ഇതിന്റെ നേട്ടങ്ങളാണ്. എന്നാൽ മനുഷ്യരുടെ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുന്നതിനും യന്ത്രങ്ങളോടുള്ള അമിത വിധേയത്വം കാരണം മനുഷ്യത്വപരമായ ബന്ധങ്ങൾ കുറയുന്നതിനും ഇത് കാരണമാകുന്നുണ്ട്. യന്ത്രങ്ങളോടുള്ള അമിത വിധേയത്വം സ്വന്തം ചിന്താശേഷിയെയും സർഗാത്മകതയെയും നഷ്ടപ്പെടുത്തുന്നു. കുട്ടികളെ, ഇനി ചോദ്യത്തിനുള്ള ഉത്തരം ഈ പോയിന്റുകളെല്ലാം വെച്ചുകൊണ്ട് സ്വയം എഴുതാമല്ലോ. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമന്റിലൂടെ അറിയിക്കണേ. അതോടൊപ്പം ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.